AMMയിൽ കൂട്ടരാജി റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ആണ്. AMMയിൽ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നു. ലൈംഗികാതിക്രമ പരാതിയിൽ നിലപാടും നടപടിയുമില്ല എന്നാരോപിച്ച കൂട്ടരാജിയുമായ ഒരു വിഭാഗം എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് രാജി സമർപ്പിക്കുന്നത്. അല്ലമീനുണ്ട് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അല്ലമീൻ, AMMയിൽ കൂട്ടരാജി, AMMയെ പിളരുകയാണോ? സ്മൃതിയും നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വലിയൊരു വിഭാഗം അത് ആരൊക്കെയാണ് എന്നുള്ള വിവരം ലഭിക്കുന്നതേ ഉള്ളൂ. പക്ഷേ കൂട്ടരാജി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് തന്നെ സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ സംഘടനയിൽ നിന്ന് AMMയിൽ നിന്ന് കൂട്ടരാജി സമർപ്പിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് വലിയ ഒരു ലൈംഗിക അധിക്ഷേപം, ലൈംഗിക ആരോപണം പല ആളുകൾക്കുമെതിരെ ഉണ്ടായിരിക്കുന്നു. അത് അവർക്ക് മാത്രമല്ല, സംഘടനയെ ഒന്നാകെ, സിനിമാ ലോകത്തെ ഒന്നാകെ പ്രതിരോധത്തിലും നാണക്കേടിലുമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. എന്നിട്ടും സംഘടന ഒരു നിലപാട് സ്വീകരിക്കുകയോ സംഘടന കൃത്യമായ ഒരു നടപടിയിലേക്ക് പോവുകയോ ചെയ്യുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു കൂട്ടരാജിയിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. കിട്ടിയ പരാതികൾ പലതും മുക്കിവെക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ ആരോപണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനെങ്കിലും ഒരു നടപടിയിലേക്കോ നിർദ്ദേശങ്ങളിലേക്കോ ആരൊക്കെ രാജിവെച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആരൊക്കെ രാജി നൽകി? സ്മൃതി, ആ പേരുകൾ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിക്കുന്നതേ ഉള്ളൂ. അത് ഔദ്യോഗികമായി അവർ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കും കൃത്യമായ പേരുകൾ പുറത്ത് പറയാൻ നിരവധി പേരുണ്ട് എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ആരൊക്കെയാണ് എന്നുള്ളതും എത്ര പേര് എന്നുള്ളതും ഏതൊക്കെ പദവികൾ വഹിക്കുന്നവർ എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനം അല്ലെങ്കിൽ അത് സംബന്ധിച്ച് വ്യക്തത നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഉറപ്പിച്ച് പറയാനാകുന്നത്, നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാകുന്നത്, കൂട്ടരാജി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ആരൊക്കെ എന്നുള്ള കാര്യം, എത്ര പേരെന്നുള്ള കാര്യം, ഏതൊക്കെ പദവി വഹിച്ചവർ എന്നുള്ള കാര്യം അത് അല്പസമയത്തിനകം നമുക്ക് വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഈ രാജി വെച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. നിരവധി പേർ അത്തരത്തിൽ രാജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് നടപടി വിഷയത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടതും മനസ്സിലാക്കാനുമുള്ളത്. നിരവധി പേരാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്ന് ചേരേണ്ടിയിരുന്ന എക്സിക്യൂട്ടീവ് യോഗം അത് നീട്ടിവെച്ചപ്പോൾ മുതൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടും പ്രതിരോധിക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല. ഒന്നാകെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് തന്നെ നാണക്കേടും മാനക്കേടും അപമാനവുമായി മാറുന്നു എന്നുള്ള വിമർശനം ഒരു കൂട്ടർ ഉന്നയിക്കുകയും ചെയ്തു. പ്രതികരണം വൈകിപ്പോയി എന്നുള്ള പരസ്യ പ്രതികരണം പലരും നടത്തിയിട്ടുണ്ട്. AMMA പ്രതികരിക്കാൻ വൈകി എന്ന് നിരവധി പേർ പറഞ്ഞിട്ടുണ്ട്. ജയൻ ചേർത്തല അടക്കം അത്തരം പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് സായ്കുമാർ കൂടി. സായ്കുമാർ, ഇപ്പോൾ കൂട്ടരാജി AMMയിൽ എന്നുള്ള വിവരമാണ് വരുന്നത്. സംഘടന രണ്ടായിരിക്കുന്നു അഭിപ്രായം. ഇതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മുതൽ തുടങ്ങിയ അഭിപ്രായ വ്യത്യാസമാണ്. അതിനുശേഷം സിദ്ദിഖിനെതിരെ ഉയർന്ന വലിയ ആരോപണം, സിദ്ദിഖിന്റെ രാജി, അതിനുശേഷം ആരാണ് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വരിക എന്നുള്ള ആലോചനകൾ. ആ ആലോചന വരുമ്പോഴേക്കും ആദ്യം ഉയരുന്ന പേരിനെതിരെ വീണ്ടും ഒരു സ്ത്രീ പീഡന ആരോപണം വരുന്നു. അങ്ങനെ നാടകീയമായ സംഭവവികാസങ്ങൾ AMMയിൽ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതികരിക്കാൻ വൈകി, പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് ഒരു കൂട്ടരാജിയിലേക്ക് സംഘടന പോകുന്നത്. എന്താണ് നമുക്ക് സായി ഇക്കാര്യത്തിൽ പറയാനാവുക? സ്മൃതി സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സിനിമാ സംഘടനയായ AMMA ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ സംഘടനയ്ക്കകത്ത് വലിയ പൊട്ടിത്തെറി നടക്കുന്നു എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വന്നിരുന്നു. ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരുന്നതാണ്. പക്ഷേ അഭിപ്രായ ഭിന്നതകൾ മൂലം ഒരു യോഗം പോലും ചേരാനാകാതെ ആ യോഗം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതിന് പറഞ്ഞ കാരണം പ്രസിഡന്റ് മോഹൻലാൽ ചെന്നൈയിലാണ് എന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും പ്രസിഡന്റ് മോഹൻലാൽ ഒരക്ഷരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ദിവസങ്ങൾക്ക് ശേഷമാണ് ജനറൽ സെക്രട്ടറി അടക്കമുള്ള ചിലർ മാധ്യമങ്ങളെ കണ്ടത്. പക്ഷെ അതിൽ പോലും പറഞ്ഞ കാര്യങ്ങളിൽ പലതിലും അവ്യക്തതയുണ്ടായിരുന്നു. AMMയ്ക്ക് ലഭിച്ച പരാതികളിൽ നടപടിയെടുത്തു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വളരെ പെട്ടെന്ന് പുറം ലോകം അറിയുകയും ചെയ്തു. അതായത് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ ഐക്യവും ആ സംഘടനയ്ക്കകത്ത് ഇല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിരുന്നു. ഇത് നാണക്കേടുണ്ടാക്കി